ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഒരു കൂട്ടരുടെ വിശ്വാസം നമ്മൾ കാണുകയാണ്. അതായത് തളർവാദ രോഗിയെ എടുത്ത് പുരയുടെ മുകൾ ഭാഗം പൊളിച്ച് ഈശോയുടെ അടുക്കലേക്ക് ഇറക്കി വിടുന്ന അവരുടെ സുഹൃത്തുക്കളുടെ, അതായത് ഈ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കളുടെ വിശ്വാസം കണ്ടാണ് ഈശോ ആ മനുഷ്യന് സൗഖ്യം പ്രദാനം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഫരിസയരും പുരോഹിത പ്രമാണിമാരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ കണ്ടപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്ന് പറയുകയാണ്. അല്ലെ, ഈശോ ഇയാളോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ദഹിക്കുന്നില്ല. അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നില്ല. ഈശോയിൽ ഒരു ഇടർച്ച അവർക്ക് സംഭവിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ രണ്ട് തലത്തിലുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഈശോയിലുള്ള അഗാധമായ വിശ്വാസം കാരണം എന്ത് വില കൊടുത്തും തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തിന് സൗഖ്യം നേടിക്കൊടുക്കും എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു കൂട്ടരെയും കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ അപ്പുറത്ത് യുക്തി തേടുന്ന മറ്റ് കുറച്ച് കൂട്ടരെയും കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലേത് കൂട്ടരിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ റീസൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലാണോ നമ്മൾ പെടുന്നത്, അതോ ഈശോയിൽ അഗാധമായി വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുന്നത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കളുടെ ആ ഒരു വിശ്വാസത്തിലേക്ക് വളരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.